ഈ വീട്ടിലുള്ളവർ ഇവിടുന്ന് താമസം മാറിയിട്ട് ഒരുപാട് നാളായെന്നാ പറയുന്നത്. അവരെവിടെയാ പോയെന്നും ആർക്കും അറിയില്ല. വാ. നിക്ക്, ഒരാള് മരത്തില്. വാ വാ. ചേട്ടാ, ഓ ചേട്ടന്റെ വീട് ഇവിടെ അടുത്താണോ? അതെ. ഈ വീട്ടിൽ താമസിച്ചിരുന്നവരെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? അവരുടെ മാറിപ്പോയിട്ട് കുറച്ച് നാളായല്ലോ. എങ്ങോട്ടാ പോയെന്നറിയോ? അതറിയില്ല. അവർ പെട്ടെന്നൊരു ദിവസം ആരോടും പറയാതെ അങ്ങ് പോവുകയായിരുന്നു. എങ്ങോട്ടാണെന്നോ എവിടേക്കാണെന്നോ ആർക്കൊന്നും അറിയില്ല. ഈ വീട്ടിൽ താമസിച്ചിരുന്ന ആൾക്ക് എന്തായിരുന്നു ജോലിന്ന് അറിയാവോ? അവർക്കൊരു ചായക്കടയായിരുന്നു. എവിടെയായിരുന്നു ആ കട? ഇവിടുത്തെ പഴയ പോലീസ് സ്റ്റേഷനില്ലേ, അതിന്റെ അടുത്ത്. ഈ വീടും സ്ഥലവും അന്വേഷിച്ച് പലരും വരുന്നുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് 10-15 വർഷമായി. ഇപ്പൊ ഈ സ്ഥലത്തിന് നല്ല വിലയാ. അവർക്കിത് വിറ്റ് കാശെങ്കിലും വാങ്ങിച്ചൂടെ? നിങ്ങൾ സ്ഥലം നോക്കാൻ ഇറങ്ങിയായിരിക്കും അല്ലേ? ആ അതെ അതെ. സ്ഥലം വേണമെങ്കിൽ തൊട്ടപ്പുറത്തുണ്ട്. എന്റെ സ്വന്തം പ്രോപ്പർട്ടിയാ, നമുക്ക് നോക്കാം. അതിന് നമ്മള് പിന്നെ ഇറങ്ങാം. ഇപ്പോ വേറെ കുറച്ച് തിരക്കുണ്ട്. ആ എന്നാ ശരി. ശരി ശരി. ആ ശരിയേട്ടാ. അപ്പോൾ 25 വർഷമായി ആരും അവിടെ താമസമില്ലെന്നാണോ പറയുന്നത്? അതെ അതെ. വലിയ പ്രതീക്ഷയോടെ ഇത്രയൊക്കെ എത്തിച്ചിട്ട് അവസാനം ഒന്നുമില്ലാതായല്ലോ. അങ്ങനെ നിരാശപ്പെടാതെ കൂട്ടേട്ടാ, എന്തെങ്കിലും വഴി തെളിയാതിരിക്കില്ല. അതെ, എനിക്ക് തോന്നുന്നത് നമ്മൾ റൈറ്റ് ട്രാക്കിൽ തന്നെയാണെന്ന്. അവര് പക്ഷേ പഴയ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് ചായക്കട നടത്തിയിരുന്നു എന്ന് പറയുമ്പോ അമ്മ അവിടെ പോകാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ അടുപ്പവും വിശ്വാസവും ഉണ്ടെങ്കിൽ സൂക്ഷിക്കാനായിട്ട് ചിലപ്പോ ഒരു ഫയല് കൊടുത്തേക്കാം. അങ്ങനെ ഒരു ഫയലിനെ കുറിച്ച് ആരോടും പറയാതിരുന്നത് എന്തുകൊണ്ടാവും? അതൊക്കെ വലിയ റിസ്ക് അല്ലേ? അതുകൊണ്ടാവും അമ്മ അവരുടെ ഫോൺ നമ്പർ പോലും പെട്ടെന്ന് മനസ്സിലാവാത്ത രീതിയിൽ എഴുതി വെച്ചത്. പിന്നെ അത് അച്ഛന്റെ പഴയ ഡയറിയിൽ സൂക്ഷിച്ചു വെച്ചു. അമ്മ അതുവരെ ചെയ്തത് ശരിയായിരുന്നു. പക്ഷേ കാലം മാറുമെന്നോ ലാൻഡ് ഫോണുകൾ പോയി മൊബൈൽ ഇത്രയും പ്രചാരത്തിലെത്തുമെന്നോ അന്ന് അറിയില്ലല്ലോ. നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചില്ലേ, ഇനി ബാക്കി നമ്മൾ കണ്ടുപിടിക്കും. നമുക്ക് ഇറങ്ങണ്ടേ? സ്കൂളില് സ്റ്റോറി റൈറ്റിംഗ് കോമ്പറ്റീഷൻ ഉള്ളതല്ലേ? ഓക്കെ, നമുക്കിറങ്ങാം. ശരി.